കേരള ടൂറിസത്തിന് പ്രചരണം നൽകി പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ ഹരിയാന വ്ളോഗർ ജ്യോതി മൽഹോത്ര കണ്ണൂരിലെ പയ്യന്നൂരിലെ കാങ്കോൽ, ആലക്കോട്, കാശിപുരം വനശാസ്ത്ര ക്ഷേത്രത്തിലെത്തി ഉത്സവാഘോഷങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. സംഭവത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയും പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ ഇവരുടെ കൊച്ചി സന്ദർശനവും ചർച്ചയായിരുന്നു. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ളയും ഡൽഹിയിൽ നിന്ന് ഗൗതമനന്ദ നാരായണനും ചേരുകയാണ്. ആദ്യം മിഥുനിലേക്ക്. മിഥുൻ, വളരെ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കാരണം ജ്യോതി മൽഹോത്ര പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം ചെയ്യുന്നതിനോടൊപ്പം തന്നെ കേരള ടൂറിസത്തിന് വേണ്ടിയും അവർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ്. പ്രത്യേകിച്ച് കണ്ണൂരിലെ പയ്യന്നൂരിലെ കാങ്കോൽ, ആലക്കാട്, കാശിപുരം വനശാസ്ത്ര ക്ഷേത്രത്തിലാണ് അവർ എത്തിയതെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും ദേവിക, ഇക്കഴിഞ്ഞ ജനുവരി 25-നാണ് ഈ ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര കണ്ണൂരിലെത്തിയത്. അവർ കേരളത്തിലെ 7 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയാണ്. ആ ഒരു ദിവസം അവർ കണ്ണൂരെത്തുകയും കണ്ണൂരിലെ മാത്തിൽ ആലക്കാടുള്ള കാശിപുരം വനശാസ്ത്ര ക്ഷേത്രത്തിലെത്തി അവിടെ ഉത്സവത്തിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവരുടെ യൂട്യൂബ് പേജിൽ ഉൾപ്പെടെ ഈ ഒരു കാര്യം അവർ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ തുടക്കത്തിൽ തന്നെ പറയുന്നത് കേരള ടൂറിസത്തിൻ്റെ ഒരു പ്രൊമോഷൻ തന്നെയാണ് അവർ നടത്തിയിരിക്കുന്നത്. ഈ യാത്രയിൽ അവർ പ്രധാനമായും പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ യാത്ര വളരെ പ്രധാനപ്പെട്ടതാണ്. കേരള ടൂർ വിത്ത് കേരള ടൂറിസം എന്ന മെസ്സേജ് നൽകിക്കൊണ്ടാണ് അവരുടെ ഈ ഒരു യൂട്യൂബ് വീഡിയോ തുടങ്ങുന്നത് തന്നെ. അതുതന്നെയാണ് സംശയങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ളത്. ഇത് ഏതെങ്കിലും തരത്തിൽ ഈ കേരള ടൂറിസം അവർക്ക് പിന്തുണ നൽകിയെന്നടക്കമുള്ള സംശയങ്ങൾ ജനിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് അവരുടെ യൂട്യൂബ് വീഡിയോ ഇപ്പോൾ യൂട്യൂബിയുടെ ആരംഭമുണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, കണ്ണൂർ ജില്ലയിൽ നിരവധി പ്രതിരോധ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സേനയുടെ ഉൾപ്പെടെ നിരവധി ട്രെയിനിങ് സെൻ്ററുകളും പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ. അത്തരമൊരു സാഹചര്യം നിലനിൽക്കെ ഈ ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ ഈ ഒരു വനിത എന്തിനാണ് കണ്ണൂർ ജില്ലയിൽ എത്തിയെന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. നമുക്കറിയാം, നേവിയെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ ട്രെയിനിങ് സെൻ്ററായ ഏഴിമല നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. അതുപോലെ തന്നെ CRPFിൻ്റെ വളരെ പ്രശസ്തമായ ട്രെയിനിങ് സെൻ്ററായ പെരിങ്ങോത്തെ CRPF ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. അങ്ങനെ നിരവധി ഈ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി ട്രെയിനിങ് സെൻ്ററുകളും സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നൊരു സ്ഥലമാണ് കണ്ണൂർ. അത്തരമൊരു സ്ഥലത്തേക്കാണ് ഈ ജ്യോതി മൽഹോത്ര എന്ന ചാര വനിത എത്തിയത്. അവർ കണ്ണൂർ എന്ത് ലക്ഷ്യത്തോടു കൂടിയാണ് വന്നതെന്നൊരു ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ കണ്ണൂരിലെത്തിയെന്നൊരു ഈ വീഡിയോകളുടെ അടക്കം അടിസ്ഥാനത്തിൽ പോലീസ് ഇത് കൃത്യമായി പരിശോധിക്കുകയും ഇവർക്ക് എതിരെയുള്ള അന്വേഷണം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ഇന്റലിജൻസും അതുപോലെ തന്നെ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗവും ഇവരുടെ യാത്രാ ഉദ്ദേശത്തെപ്പറ്റി വിശദമായി അന്വേഷിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് തുടങ്ങിക്കഴിഞ്ഞു, അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ഗൗതമനന്ദ നാരായണൻ കൂടി ചേരുന്നുണ്ട്. ഗൗതം, ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ എന്നെ അന്വേഷിച്ചു വരുന്നൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ കണ്ണൂരിൽ ജ്യോതി മൽഹോത്ര സന്ദർശനം നടത്തിയിട്ടുണ്ടെന്നും കേരള ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാനുള്ള വീഡിയോകൾ ജ്യോതി മൽഹോത്രയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നും ഒരു കണ്ടെത്തൽ വന്നിരിക്കുന്നത്. കണ്ണൂരിൽ വളരെ പ്രധാനപ്പെട്ട പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ കണ്ണൂരിലേക്കുള്ള യാത്ര തികച്ചും സംശയമുണർത്തുന്നതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. ദേവിക, ആ കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള തർക്കത്തിന്റെ ആവശ്യമില്ല. കാരണം ഈ ജ്യോതി മൽഹോത്ര യാത്ര ചെയ്തത് മുഴുവൻ പാകിസ്ഥാന് വേണ്ടിയും ഭാരതത്തിന്റെ തന്ത്രപ്രധാന സ്ഥലങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ എടുത്ത് പാകിസ്ഥാൻ അയക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെയാണ് എന്നതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. നേരത്തെ കൊച്ചിയിലെത്തുകയും കൊച്ചിയിലെ പല തന്ത്രപ്രധാന സ്ഥലങ്ങളുടെയും ചിത്രങ്ങൾ ഇവർ പാകിസ്ഥാനിലേക്ക് അയക്കുകയും ചെയ്തു എന്നത് കൃത്യമായി കണ്ടെത്തിയതാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയുടെ പേരിലാണ് സംസ്ഥാന ടൂറിസം ഈ രീതിയിലുള്ള ഒരു പരസ്യം നൽകുകയും മറ്റും ചെയ്തിരിക്കുന്നത്. ഏതായാലും ജ്യോതി മൽഹോത്രയുടെ യാത്ര സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികൾ കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ്. കേന്ദ്ര ഏജൻസികളുടെ കണ്ടെത്തൽ എന്നത് ജ്യോതി മൽഹോത്ര പാക് ചാരസംഘടനയായ ISIയുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഇവർ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തതിന്റെ തെളിവുകൾ ഇതിനകം ലഭ്യമായിരുന്നു. മാത്രമല്ല, പാകിസ്ഥാനിലെ മറിയം നവാസിനെ പോലെയൊക്കെയുള്ള പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവ്
ഇപ്പോഴത്തെ പഞ്ചാബ് പ്രവിശ്യയുടെ മുഖ്യമന്ത്രി മറിയം നവാസ് ഉൾപ്പെടെയുള്ളവരുമായി ഇവർക്ക് നല്ല ബന്ധമുണ്ടെന്നും ഇത് കൂടാതെ പാക് ചാരസംഘടനയായ ISIയുമായി ഇവർക്ക് നിരന്തരമായ സമ്പർക്കം ഉണ്ടായിരുന്നു എന്നത് IBയും അതോടൊപ്പം തന്നെ NIA ഉൾപ്പെടെയുള്ള ഏജൻസികളും കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഇവരുടെ ബംഗ്ലാദേശ് പര്യടനം അതോടൊപ്പം തന്നെ ചൈനീസ് യാത്രകൾ ഇവര് പാകിസ്ഥാനുമായി മാത്രമല്ല മറിച്ച് ഭാരതത്തോട് ശത്രുതാ നിലപാട് വെച്ചു പുലർത്തുന്ന ചൈന അതോടൊപ്പം ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇവർ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം യാത്രകളെല്ലാം കൃത്യമായിട്ട് തന്നെ പരിശോധിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരം ഒരു ഈ ടൂറിസത്തിന്റെ ഭാഗമായുള്ള ഒരു വാർത്തകൾ കൂടി പുറത്തേക്ക് വരുന്നത്. ദേവിക.